വെൽക്കം ടു ഗ്രേഡിയൻറ്റ്. വെതർ ആൻഡ് ക്ലൈമറ്റ് എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തേത് 7ാമത്തെ ക്ലാസ്സാണ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 2 തരം വിൻഡുകളെ പറ്റിയിട്ടാണ്. അതായത് മൺസൂൺ വിൻഡിനെ പറ്റിയിട്ടും അതുപോലെ വേരിയബിൾ വിൻഡിനെ പറ്റിയിട്ടും. തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്തിനെ പറ്റിയിട്ടായിരുന്നു? ടൈപ്സ് ഓഫ് വിൻഡുകളെ പറ്റിയാണ് അല്ലേ. വിൻഡിന് നമുക്ക് പ്രധാനമായിട്ടും എത്രയായിട്ട് തിരിക്കാം? 4 ആയിട്ട് തിരിക്കാം. പെർമനൻറ്റ് വിൻഡ്, പീരിയോഡിക് വിൻഡ്, ലോക്കൽ വിൻഡ്, വേരിയബിൾ വിൻഡ്. അതിൽ പെർമനൻറ്റ് വിൻഡ് എന്താണെന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. എന്താണ് പെർമനൻറ്റ് വിൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ട് നമ്മുടെ ഈ പറയുന്ന ഗ്ലോബൽ പ്രഷർ ബെൽറ്റുകൾക്കിടയിൽ വീശുന്ന കാറ്റാണ് പെർമനൻറ്റ് വിൻഡ് എന്ന് പറയുന്നത്. അതിൽ ട്രേഡ് വിൻഡ് ഉണ്ട്, വെസ്റ്റേർലി ഉണ്ട്, പോളാർ വിൻഡും ഉണ്ട്. ഈ ഓരോ വിൻഡും എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, അതിൻ്റെ ഡയറക്ഷൻ എന്താണെന്നൊക്കെയുള്ള കാര്യം നമ്മൾ പഠിച്ചു അല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഓർമ്മ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ടേബിളാണ് പെർമനൻറ്റ് വിൻഡിൽ നമ്മൾ ഉറപ്പായിട്ടും ഓർമ്മിച്ച് വെക്കേണ്ടത്. പെർമനൻറ്റ് വിൻഡിനകത്ത് ആദ്യം വരുന്ന ട്രേഡ് വിൻഡ്, പിന്നെ വരുന്ന വെസ്റ്റേർലി, പിന്നെ വരുന്നത് ഈസ്റ്റേർലി, പോളാർ ഇല്ല അല്ലെങ്കിൽ പോളാർ വിൻഡ് എന്ന് പഠിച്ചു വെച്ചാൽ മതിയാവും. അതിനുശേഷം നമ്മൾ പീരിയോഡിക് വിൻഡിനെ പറ്റി പറഞ്ഞു അല്ലെ. പീരിയോഡിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പീരിയോഡിക് റിവേഴ്സൽ അല്ല, ഇങ്ങനെ എന്താണ്, ഇങ്ങനെ മാറി 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 വരുന്ന വിൻഡാണ് പീരിയോഡിക് വിൻഡ് എന്ന് പറയുന്നത്. അതിൽ ലാൻഡ് ബ്രീസ്, സീ ബ്രീസ് പഠിച്ചു, മൗണ്ടൻ ബ്രീസ്, വാലി ബ്രീസ് പഠിച്ചു. അതിൽ അവസാനം വരുന്നതാണ് മൺസൂൺ വിൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മൺസൂൺ വിൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ കാണപ്പെടുന്ന, അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യക്ക് ഇത്രയും നല്ല ഒരു ക്ലൈമറ്റ് കിട്ടുന്നതിന് ഒരു വലിയ പങ്ക് ആർക്കുണ്ട്? മൺസൂണിനുണ്ട്. അപ്പോൾ മൺസൂൺ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒറ്റ വാക്ക് ചോദിച്ചാൽ മൺസൂൺ എന്ന് പറയുന്നത് എന്താണ്? അതൊരു വിൻഡാണ്. പക്ഷെ മൺസൂൺ വിൻഡ് നമുക്ക് എന്ത് കൊണ്ടുവരും? നമുക്ക് മഴ കൊണ്ടുവന്ന് തരുന്ന ഒരു കാറ്റാണ് എന്ത്? മൺസൂൺ വിൻഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യയിലെ ക്ലൈമറ്റിനെ നമ്മൾ മൺസൂൺ ക്ലൈമറ്റ് എന്ന് വരെ പറയും. സോ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഈ മൺസൂൺ വിൻഡിന് നമ്മുടെ ഇന്ത്യയുടെ വെതറിൽ ഉണ്ട്. ഈ മൺസൂൺ എന്ന് പറയുന്ന ഒരു വിൻഡാണെന്നും അതിങ്ങനെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുമെന്നൊക്കെ കണ്ടുപിടിച്ചത് ഹിപ്പാലസ് എന്ന് പറയുന്ന ഒരു ട്രാവലറാണ്. അദ്ദേഹം എന്ത് ചെയ്തു? ഈ വിൻഡിനെ ഫോളോ ചെയ്ത് പല രാജ്യങ്ങളോട് യാത്ര ചെയ്താണ് ഈ പറയുന്ന വിൻഡ് ഈ ദിശയിലാണ് വീശുന്നതെന്നൊക്കെ ഉള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടിയത്. പണ്ട് നമ്മുടെ നിങ്ങൾ വാസ്കോഡ ഗാമയെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. നമ്മുടെ ഇന്ത്യയിലേക്ക് വന്ന കടൽ മാർഗം വന്ന ആദ്യ യൂറോപ്യൻ അല്ലെങ്കിൽ പോർച്ചുഗീസുകാരനാണ് വാസ്കോഡ ഗാമ. ഈ വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്ക് എത്താൻ സഹായിച്ച വിൻഡും മൺസൂൺ വിൻഡിലെ ഈ പറയുന്ന സൗത്ത് വെസ്റ്റ് മൺസൂണാണ്. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് അത്ര ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പഠിക്കേണ്ട. 2 ടൈപ്പ് ഓഫ് മൺസൂൺ വിൻഡ് ഏതാണെന്നുള്ളതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യം മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി? പഠിച്ചാൽ മതി. അപ്പോൾ മൺസൂൺ വിൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കുക. മൺസൂൺ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താണ്? സീസൺ അനുസരിച്ച് ദിശ ചേഞ്ച് ചെയ്യുന്ന വിൻഡിനെയാണ് നമ്മൾ മൺസൂൺ എന്ന് വിളിക്കുന്നത്. ഹിപ്പാലസ് ആണ് ഈ പറയുന്ന മൺസൂൺ എന്ന പേര് കൊടുക്കുന്നത്. അറബ് വാക്കിൽ നിന്നാണ് ഇത് വരുന്നത്. ഈ മൺസൂൺ വിൻഡിൽ പ്രധാനമായിട്ട് 2 തരത്തിലുണ്ട്. ഒന്ന് സൗത്ത് വെസ്റ്റ് മൺസൂണും മറ്റൊന്ന് നോർത്ത് ഈസ്റ്റ് മൺസൂണും. അതൊക്കെയാണ് സൗത്ത് വെസ്റ്റ് മൺസൂണും നോർത്ത് ഈസ്റ്റ് മൺസൂണും. വിൻഡുകളെ പറ്റി പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു തന്നു, ഒരു വിൻഡിന് നമ്മൾ പേരിടുന്നത് അത് ഏത് ദിശയിൽ നിന്ന് വരുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞേ, സൗത്ത് വെസ്റ്റ് മൺസൂൺ എവിടെ നിന്നായിരിക്കും വരുന്നത്? അപ്പോൾ ഇതാണ് ഈസ്റ്റ്, ഇതാണ് വെസ്റ്റ്, ഇതാണ് നോർത്ത്, ഇതാണ് സൗത്ത് എങ്കിൽ സൗത്ത് വെസ്റ്റ് മൺസൂൺ വരുന്നത് എങ്ങനെയായിരിക്കും? ഈ ഒരു ദിശയിലായിരിക്കും അല്ലേ. ഇവിടെ നിന്നായിരിക്കും അത് എന്ത് ചെയ്യുന്നത്? വരുന്നത്. അങ്ങനെയാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് മൺസൂൺ ആണെങ്കിൽ എവിടെ നിന്നായിരിക്കും വരുന്നത്? നേരെ ഓപ്പോസിറ്റ് അല്ലേ. ഇതാണ് നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട്, അപ്പോൾ തന്നെ മനസ്സിലായല്ലോ അല്ലേ. സീസൺ അനുസരിച്ച് ഒരു സമയത്ത് അങ്ങോട്ടും അടുത്ത സീസണിൽ ഇങ്ങോട്ടും, അങ്ങോട്ടും ഇങ്ങോട്ടും സീസൺ അനുസരിച്ച് ദിശ ചേഞ്ച് ചെയ്യുന്ന വിൻഡാണ് എന്ത്? മൺസൂൺ വിൻഡ് എന്ന് പറയുന്നത്. 2 തരത്തിലുണ്ട്, സൗത്ത് വെസ്റ്റ് മൺസൂണും നോർത്ത് ഈസ്റ്റ് മൺസൂണും. അതിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് സൗത്ത് വെസ്റ്റ് മൺസൂണിനെ പറ്റിയാണ്. അപ്പോൾ ഈ സൗത്ത് വെസ്റ്റ് മൺസൂണിനെ പറ്റി നമുക്ക് ആദ്യം ജസ്റ്റ് അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് എന്ന് പറയുന്നത്. നോക്കടാ, ഈ മൺസൂൺ വിൻഡിനെ പറ്റി പറയുമ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ പ്ലാനറ്ററി വിൻഡിൽ പഠിച്ച ട്രേഡ് വിൻഡ് തൊട്ട് പറഞ്ഞു തുടങ്ങേണ്ടതാണ്. പക്ഷേ ടെക്സ്റ്റ് ബുക്കിൽ അതിനെപ്പറ്റി പറയാത്തത് കൊണ്ട് ഞാൻ ആ കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല. ടെക്സ്റ്റ് പറയുന്ന പോയിന്റുകൾക്ക് മാത്രമേ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുള്ളൂ. മനസ്സിലാക്കുക, ഇപ്പോഴുള്ള സമയം എന്ന് പറയുന്നത് സമ്മർ സീസൺ ആണെന്ന് മനസ്സിലാക്കുക. എന്തുവാണ്? സമ്മർ സീസൺ ആണ്. സമ്മർ സീസണിൽ സൂര്യൻ എന്ന് പറയുന്നത് നോർത്തേൺ ഹെമിസ്ഫിയറിലായിരിക്കും എന്നുള്ളത് നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചു. പ്രധാനമായിട്ടും നമ്മുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെ ആ ഒരു ഭാഗത്തായിരിക്കും. അപ്പോൾ സൂര്യപ്രകാശം നല്ല രീതിയിൽ കിട്ടും. അപ്പോൾ നമുക്കറിയാം, സൂര്യപ്രകാശം നന്നായിട്ട് കിട്ടുമ്പോൾ ലാൻഡ് പെട്ടെന്ന് ചൂടാകും, കടൽ പതുക്കെ ചൂടാവുള്ളൂ. ലാൻഡ് പെട്ടെന്ന് ചൂടാകുമ്പോൾ ലാൻഡ് എന്തായിട്ട് മാറും? ഒരു ലോ പ്രഷർ റീജിയൻ ആയിട്ട് മാറും. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണല്ലോ അല്ലേ. സൂര്യപ്രകാശം നല്ല രീതിയിൽ കിട്ടുന്ന ഭാഗം ഏതാണോ ആ ഭാഗത്തെ ഹീറ്റ് ചൂടായി മുകളിലോട്ട് വരുമ്പോൾ അവിടെ എന്തായിട്ട് മാറും? ഒരു ലോ പ്രഷർ റീജിയൻ ആയിട്ട് മാറും. കടലാണെങ്കിൽ അപ്പോഴത്തേക്ക് എന്തായിരിക്കും? ഹൈ പ്രഷർ ആയിരിക്കും. അപ്പോൾ ലാൻഡ് ലോ പ്രഷർ, കടൽ ഹൈ പ്രഷർ. കാറ്റ് എപ്പോഴും എവിടെ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത്? ഒരു ഹൈ പ്രഷർ റീജിയനിൽ നിന്നും ഒരു ലോ പ്രഷർ റീജിയനിലോട്ടായിരിക്കും കാറ്റ് പോകുന്നത്. അപ്പോൾ എന്ത് പറ്റും? ഈ പറയുന്ന ഇന്ത്യൻ ഓഷ്യൻ, ഇന്ത്യൻ സമുദ്രം അല്ലെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും കാറ്റ് എന്ത് ചെയ്യും? ഈ കരയിലേക്ക് വീശും. ദിശ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, ഏത് ദിശയിലോട്ടാണ്? സൗത്ത് വെസ്റ്റിൽ നിന്നാണ് ഈ കാറ്റ് വരുന്നത്.
സോ ഈ കാറ്റിനെ നമ്മൾ എന്ത് വിളിച്ചു? സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് വിളിച്ചു. ഇനി ഇത് എങ്ങനെ ഇവിടെ വന്നു എന്നൊക്കെ ഉള്ളത് ട്രേഡ് വിൻഡ്, അതുപോലെ നമ്മൾ അപ്പാരന്റ് മൂവ്മെൻറ്റ് ഓഫ് സണ്ണ്, അത് കാരണം ട്രേഡ് വിൻഡ് ഇന്റർ ട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ കഴിയുന്നു എന്നൊക്കെ ഉണ്ട്. അതൊന്നും ഇപ്പോൾ പറയുന്നില്ല, നിങ്ങൾക്ക് ആവശ്യമില്ല, വേണ്ടാത്ത പോയിന്റുകൾ പഠിക്കാൻ നിൽക്കുന്നുണ്ട്. തൽക്കാലം എത്ര മനസ്സിലാക്കുക. ഒന്നാമത്തെ പോയിന്റ് സമ്മർ സീസൺ. സമ്മർ സീസണിൽ സൂര്യൻ നോർത്തേൺ ഹെമിസ്ഫിയറിൽ, അത് കാരണം ലാൻഡ് ലോ പ്രഷർ, കടൽ ഹൈ പ്രഷർ, വിൻഡ് കടലിൽ നിന്ന് കരയിലേക്ക് വീശുന്നു. വരുന്ന ദിശ സൗത്ത് വെസ്റ്റിൽ നിന്നായതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് വിളിച്ചു? സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് വിളിച്ചു. എന്ത് വിളിച്ചു? സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് വിളിച്ചു. ഈ കാറ്റ് വരുന്നത് കടലിൽ നിന്നായതുകൊണ്ട് തന്നെ ഇത് ഈർപ്പം അഥവാ മോയ്സ്ചർ കൊണ്ടാണ് വരുന്നത്. ഈർപ്പം അഥവാ മോയ്സ്ചർ കൊണ്ടാണ് വരുന്നത്. അങ്ങനെ ഏതാണ്ട് ജൂൺ മാസത്തിൻ്റെ ആദ്യമാകുമ്പോഴത്തേക്കും അത് നമ്മുടെ കേരളത്തിൻ്റെ തീരങ്ങളിലേക്ക് എത്തും. അങ്ങനെ ഇവിടെ എന്ത് ചെയ്യും? മഴ പെയ്യിപ്പിക്കുന്ന കാറ്റാണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ. ആ മൺസൂൺ ഇവിടെ വെച്ച് 2 ബ്രാഞ്ചായി പോവുകയും അത് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ് മൊത്തത്തിൽ മഴ പെയ്യിപ്പിക്കുകയും ചെയ്യും. ഇതാണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ. അപ്പോൾ സൗത്ത് വെസ്റ്റ് മൺസൂൺ എപ്പോഴാണ്? സമ്മർ സമയത്താണ്. സൗത്ത് ഏഷ്യയുടെ ലാൻഡ് മാസ്, പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഭാഗം ഹോട്ടായിരിക്കും. അങ്ങനെ ഇവിടുത്തെ ലാൻഡ് ലോ പ്രഷറായി മാറുകയും ഇന്ത്യൻ ഓഷൻ്റെ ഭാഗം ഹൈ പ്രഷറിലിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ എന്ത് പറ്റും? ഹൈ പ്രഷറായ കടലിൽ നിന്നും ലോ പ്രഷറായ കരയിലോട്ട് കാറ്റ് വീശുന്നു. ഹൈ പ്രഷറായ കരയിൽ നിന്നും ലോ പ്രഷറായ കടലിൽ നിന്നും ലോ പ്രഷറായ കരയിലോട്ട് കാറ്റ് വീശുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് വിളിക്കുന്നത്. സൗത്ത് വെസ്റ്റ് ദിശയിൽ ഇത് വീശാൻ കാരണം കോറിയോളിസ് ഫോഴ്സിൻ്റെ ഇഫക്റ്റ് ആണ് എന്ന് കൂട്ട് എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. ലാൻഡിലേക്ക് എത്തുന്ന സമയം ഹെവി റെയിൻഫോൾ ഇത് കൊണ്ടുവരുന്നു. കാരണം കടലിൽ നിന്ന് വരുന്നത് കൊണ്ട് തന്നെ ഈർപ്പം കൊണ്ടുവരുന്നു. അങ്ങനെ ജൂൺ മാസത്തിൽ ഇവിടെ എത്തുന്നു. അതിന് ശേഷമാണ് ഇത് ഇങ്ങോട്ട് വരുന്നത്, ഈ ഭാഗത്തോട്ടൊക്കെ വരുന്നത്. ആദ്യം ഇവിടെ എത്തും. ആദ്യം ഇവിടെ എത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? 2 ബ്രാഞ്ചായിട്ട് ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചും ഇന്ത്യൻ ഓഷൻ ബ്രാഞ്ചുമായിട്ടൊക്കെ മാറുന്നത്. ഇതാണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ. ഓക്കെ ആണല്ലോ? പോയിന്റ് പഠിക്കാമല്ലോ. ഒന്നാമത്തെ പോയിന്റ് സമ്മർ സമയം, ലാൻഡ് ചൂടാകുന്നു, ലോ പ്രഷർ ആകുന്നു. കടലപ്പോൾ ഹൈ പ്രഷർ, ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലോട്ട് കാറ്റ് വീശുന്നു. കാറ്റിൻ്റെ ദിശ സൗത്ത് വെസ്റ്റ് ആയതുകൊണ്ട് അതിനെ സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് വിളിക്കുന്നു. സൗത്ത് വെസ്റ്റ് മൺസൂൺ ഈർപ്പം കൊണ്ടുവരുന്നത് കൊണ്ട് ഇവിടെ നല്ല രീതിയിൽ എന്തുണ്ടാകുന്നു? റെയിൻഫോൾ, അല്ലെ, നല്ല രീതിയിൽ എന്തുണ്ടാകുന്നു? മഴ ഉണ്ടാകുന്നു. ഇത്രയേ ഉള്ളൂ സൗത്ത് വെസ്റ്റ് മൺസൂൺ. ഇത്രയേ ഉള്ളൂ സൗത്ത് വെസ്റ്റ് മൺസൂൺ. അങ്ങനെയാണെങ്കിൽ അടുത്ത് വരുന്നതാണ് ഏത്? നോർത്ത് ഈസ്റ്റ് മൺസൂൺ. അപ്പോഴത്തേക്കും കാലാവസ്ഥ എന്ന് പറയുന്നത് ഇവിടെ എന്തായിട്ട് മാറും? വിൻ്ററായിട്ട് മാറും. എന്തായിട്ട് മാറും? വിൻ്ററായിട്ട് മാറും. വിൻ്ററായിട്ട് മാറുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ഇതാണ് ഇന്ത്യയുടെ ഭാഗമെങ്കിൽ, ഇതാണ് നമ്മുടെ ഇക്വേറ്റർ എങ്കിൽ സൂര്യൻ എവിടെയായിരിക്കും? സദേൺ ഹെമിസ്ഫിയറിലായിരിക്കും സൂര്യൻ നിൽക്കുന്നത്. സദേൺ ഹെമിസ്ഫിയറിലായിരിക്കും സൂര്യൻ നിൽക്കുന്നത്. അതായത് ഇവിടെ അധികം സൂര്യപ്രകാശം ഇപ്പോൾ വരുന്നില്ലെന്ന് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ എന്താ പറ്റുന്നത്? ലാൻഡ് എന്ന് പറയുന്നത് പെട്ടെന്ന് ചൂടാകും, പെട്ടെന്ന് തണുക്കും, പെട്ടെന്ന് ചൂടാകും, പെട്ടെന്ന് തണുക്കും. സൂര്യൻ പോയി കഴിയുമ്പോൾ അപ്പോൾ എന്ത് ചെയ്യും? തണുക്കും. തണുക്കുമ്പോൾ അവിടെ എന്തായി മാറും? ഹൈ പ്രഷർ റീജിയൻ ആയിട്ട് മാറും. കടൽ പക്ഷേ ചൂടായി കഴിഞ്ഞു, പക്ഷെ തണുക്കാൻ സമയം കൊടുക്കും. അപ്പോൾ കമ്പാരിറ്റീവ്ലി കടൽ എന്ന് പറയുന്നത് ഇവിടെ എന്തായിരിക്കും? ലോ പ്രഷർ ആയിരിക്കും. വീണ്ടും നമ്മൾ പറയുന്നു, ഇവിടെ നിന്ന് ഈ പറയുന്ന ഹൈ പ്രഷറായ ലാൻഡിൽ നിന്നും ലോ പ്രഷറായ കടലിലോട്ട് എന്ത് ചെയ്യും? കാറ്റ് വീശും. ഇതാ ഇങ്ങനെ വീശും. എങ്ങനെ വീശും? ഇങ്ങനെ വീശും. ഇങ്ങനെ വീശുന്ന ഈ കാറ്റിനെ വിളിക്കുന്ന പേരാണെന്ത്? നോർത്ത് ഈസ്റ്റിൽ നിന്ന് വരുന്നതുകൊണ്ട് നമ്മളതിനെ എന്ത് വിളിക്കും? നോർത്ത് ഈസ്റ്റ് മൺസൂൺ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? നോർത്ത് ഈസ്റ്റ് മൺസൂൺ എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോ? നമ്മുടെ സൗത്ത് വെസ്റ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നോർത്ത് ഈസ്റ്റ് മൺസൂൺ കൊണ്ടുവരുന്ന മഴയുടെ അളവെന്ന് പറയുന്നത് എന്താണ്? കുറവാണ്. മഴയുടെ അളവ് എന്താണ്? കുറവാണ്. എങ്കിലും ഇതാ ഈ കാണുന്ന തമിഴ്നാടിൻ്റെ ഭാഗത്ത് കുറച്ച് മഴ കിട്ടും. കാരണം ഈ ഭാഗമെന്ന് പറയുന്നത് ബേ ഓഫ് ബംഗാൾ എന്ന കടലാണ്. അപ്പോൾ കടലിൻ്റെ ഭാഗത്ത് എപ്പോഴാണോ കാറ്റ് ടച്ച് ചെയ്യുന്നത് അപ്പോൾ ഈർപ്പവും കൂടെ കൊണ്ടുവരും. ആ കൊണ്ടുവരുന്ന ഈർപ്പം കാരണം എവിടെ മഴ കിട്ടും? തമിഴ്നാടിൻ്റെ തീരത്ത് മഴ കിട്ടുകയും ചെയ്യും. എപ്പോൾ? വിൻ്റർ സമയത്താണ് ഇത് നടക്കുന്നത്. അപ്പോൾ അതാണ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ എന്ന് പറയുന്നത്. വിൻ്റർ സമയമാണ്. നമുക്ക് എന്ത് പറ്റും? നോർത്ത് ഇന്ത്യ എന്ന് പറയുന്നത് കോൾഡായിട്ട് മാറും. അങ്ങനെ ഹൈ പ്രഷറായിട്ട് മാറുന്നു ലാൻഡ് ഏരിയ. ഓഷ്യൻ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി വാമായിരിക്കും, സോ ലോ പ്രഷർ ആയിരിക്കും. സോ എയർ ഹൈ പ്രഷറായ കരയിൽ നിന്നും ലോ പ്രഷറായ കടലിലോട്ട് മൂവ് ചെയ്യുന്നു. അങ്ങനെ എന്ത് പറ്റുന്നു? വരുന്നു. അതിന് നമ്മൾ നോർത്ത് ഈസ്റ്റ് മൺസൂൺ വിൻഡർ എന്ന് വിളിക്കുന്നു. ഇവർ ലാൻഡിൽ കൂടെ വരുന്നത് കാരണം മോസ്റ്റ്ലി എന്താണ്? ഡ്രൈ ആണ്, അഥവാ മഴ പെയ്യിപ്പിക്കാറില്ല. എങ്കിലും തമിഴ്നാട് തീരങ്ങളിൽ ഇത് മഴ പെയ്യിപ്പിക്കാൻ കാരണമാകുന്നു. കണ്ടല്ലോ. ഇതാണെന്ത്? നോർത്ത് ഈസ്റ്റ് മൺസൂൺ എന്ന് പറയുന്നു. ഇത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്ത് കഴിയുകയാണ്? നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന ഈ പറയുന്ന നമ്മുടെ പീരിയോഡിക് വിൻഡുകൾ ഇവിടെ എന്ത് ചെയ്യണം? അവസാനിക്കുകയാണ്. നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് ലോക്കൽ വിൻഡുകളെ പറ്റിയാണ്. ഓക്കെ, ലോക്കൽ വിൻഡ്.
പേര് പറയുന്ന പോലെ തന്നെ ലോക്കൽ എന്ന് വെച്ചാൽ ഒരു ചെറിയ സ്ഥലത്ത് മാത്രം അല്ലെങ്കിൽ ഒരു ചെറിയ ഭൂപ്രദേശത്ത് മാത്രം കാണുന്ന വിൻഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലോക്കൽ വിൻഡ് എന്ന് വിളിക്കുന്നത്. എന്തെന്ന് വിളിക്കുന്നത്? ലോക്കൽ വിൻഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ലോക്കൽ വിൻഡ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ലോക്കലായിട്ടുള്ള പ്രഷർ ഡിഫറൻസ് കാരണം ഫോം ചെയ്യുന്ന ലോക്കൽ വിൻഡ്. നിങ്ങളുടെ ഭാഗ്യത്തിന് 4 മാത്രം പഠിച്ചാൽ മതിയാകും. അതിലാദ്യം നോർത്ത് ഇന്ത്യയിലുള്ള കാറ്റ് ഏതെന്ന് വെച്ചാൽ അത് ലൂ ആണ്. എന്ന് വെച്ചാൽ നോർത്ത് ഇന്ത്യയിൽ ഈ പറയുന്ന സമ്മർ സമയത്ത് നോർത്ത് ഇന്ത്യൻ ഭാഗത്ത് വീശുന്ന ഒരു ചൂട് കാറ്റാണ് ലൂ എന്ന് പറയുന്നത്. ഈ ലൂ എന്ന് പറയുന്നത് ഒരു പൊടിക്കാറ്റും കൂടെയാണ്. അപ്പോൾ ഇത് ഡയറക്റ്റായിട്ട് ഇതിൽ എക്സ്പോഷർ ചെയ്യുന്നത് നമുക്ക് ഹാനികരമായിട്ടുള്ളൊരു കാര്യമാണ് എന്നുകൂടെ മനസ്സിലാക്കി വയ്ക്കുക. ഇപ്പോൾ ഞാനിത് ഓർത്ത് വയ്ക്കുന്നത് നിങ്ങൾക്ക് മാച്ച് ദ ഫോളോയിങ്ങിലാണ് വരുന്നത്. ലൂ ഓർത്ത് വയ്ക്കുന്നത് സാധാരണ ഞാൻ ഓർത്ത് വയ്ക്കുന്ന രീതി ചൂടായിട്ടുള്ള സമയത്ത് ഞാൻ നോർത്ത് ഇന്ത്യയിൽ പോയപ്പോൾ ഒരു ലസ്സി കുടിച്ചു എന്നാണ് ആലോചിക്കുന്നത്. ചൂട് സമയത്തല്ലേ നമ്മൾ ലസ്സി പോലെ തണുപ്പുള്ള സാധനം കുടിക്കുന്ന. ഈ ലസ്സിയും പാലിൻ്റെ ഉൽപ്പന്നങ്ങളും കൂടുതലും നോർത്ത് പഞ്ചാബിൻ്റെ ആ ഒരു ഭാഗത്തല്ലേ കാണുന്നത് അല്ലെ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഓർത്ത് വയ്ക്കുന്നത്. ചൂട് സമയത്ത് നോർത്ത് ഇന്ത്യയിൽ പോയപ്പോൾ ചൂട് കാരണം ഒരു ലസ്സി കുടിച്ചു. ഇപ്പോൾ ലസ്സി എന്ന് പറയുന്നത് ലൂ എന്ന് പറയുന്നത് എല്ല് വെച്ചാണ് ഓർത്ത് വയ്ക്കുന്നത്. അതായത് ലസ്സി എന്ന് പരീക്ഷയ്ക്ക് എഴുതി വയ്ക്കരുത്. പരീക്ഷയ്ക്ക് ഡയറക്റ്റായിട്ട് ചോദ്യത്തിനേക്കാൾ ഉപരി മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടുന്ന് കൂടുതലും വരുന്നത്. അപ്പോൾ നമുക്ക് ആ എല്ല് കൊണ്ട് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? കണക്ട് ചെയ്യാനായിട്ട് പറ്റും. സോ ഇവിടെ എന്താണ് വരുന്നത്? ഇവിടെ വരുന്നതാണ് ലൂ എന്ന് പറയുന്ന കാറ്റ് നോർത്ത് ഇന്ത്യയിൽ ചൂട് സമയത്ത് വീശുന്നു. നെക്സ്റ്റ് വരുന്നത് ചിനൂക്ക് എന്ന് പറയുന്ന കാറ്റ് നോർത്ത് അമേരിക്കയിലെ റോക്കി മൗണ്ടൻ്റെ സ്ഥലത്ത് നോർത്ത് അമേരിക്കയിൽ റോക്കി മൗണ്ടൻ്റെ സ്ലോപ്സിൽ വീശുന്ന കാറ്റാണ് ചിനൂക്ക്. അതും ഒരു ഹോട്ട് ഡ്രൈ വിൻഡാണ്. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കാൻ എളുപ്പമാണ്. ചിനൂക്കിനകത്തും എന്തുണ്ട്? ഒരു കെ ഉണ്ട്. അതുപോലെ റോക്കിയിലും ഒരു കെ ഉണ്ട്. അപ്പോൾ കെ വെച്ച് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ചിനൂക്ക് റോക്കി. രാജ്യം ഓർത്ത് വയ്ക്കാനായിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ റോക്കി എന്ന വാക്ക് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് റോക്കി ഭായി ആയിരിക്കും. അതായത് എൻ്റെയൊക്കെ ഒരു പ്രായമുള്ളവർക്ക് ഓർമ്മ വരുന്നത് ഇതിന് മുന്നേ ഒരു റോക്കി ഉണ്ടായിരുന്നു. നിങ്ങൾ സിൽവസ്റ്റർ സ്റ്റലോൺ എന്ന് പറയുന്ന ഒരു ഹോളിവുഡ് ആക്ടറെ പറ്റി കേട്ടിട്ടുണ്ട്. അയാൾ ഈ കമാൻഡോ എന്നൊക്കെ പറഞ്ഞ സിനിമയൊക്കെ ഇറക്കിയിട്ടുള്ള അങ്ങയുടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ബോക്സറായിട്ട് അഭിനയിക്കുന്ന സിനിമയുടെ പേര് റോക്കി എന്നാണ്. ആ റോക്കി ഒരു അമേരിക്കക്കാരനാണ്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഓർത്ത് വെച്ചേക്കുന്നത്. ചിനൂക്കിൽ കെ ഫോർ റോക്കി ഒരു അമേരിക്കക്കാരനാണ്. ഹോട്ട് ഡ്രൈവിൻ്റാണ്. അയാൾ ബോക്സർ അല്ലേ. അപ്പോൾ എപ്പോഴും അയാൾ എന്താണ് ഈ പറഞ്ഞ ട്രെയിനിങ് ഒക്കെ നടത്തുമല്ല, വേർത്ത് കുളിച്ച് ഹോട്ട് ചൂടായിട്ടാണ് ഇരിക്കുന്നത്. സോ അങ്ങനെ ഞാൻ ഓർത്ത് വയ്ക്കും. കോമഡി ആയിട്ടുള്ള കോഡുകളായിട്ട് നിങ്ങൾക്ക് തോന്നും, എന്നാലും ഇതാണ് എൻ്റെ കോഡ്. ഇനി വരുന്നതാണ് FON. FOEHN ആണെങ്കിലും നമ്മളതിനെ FON എന്നാണ് ഉച്ചരിക്കുന്നത്. യൂറോപ്പിലെ ആൽപ്സ് പർവ്വത നിരയിലാണ് ഇത് വീശുന്നത്. അതും ചൂടുകാറ്റാണ്. സോ നിങ്ങളുടെ ഭാഗ്യം ആദ്യമുള്ള 3 ചൂടുകാറ്റ്. നിങ്ങൾക്ക് ഒരു തണുത്ത കാറ്റിനെ പറ്റി പഠിച്ചാൽ മതി. അതാണ് ഹർമാറ്റൻ. അപ്പോൾ ഹർമാറ്റൻ എന്ന് പറയും. ഇത് സഹാറ ഡെസേർട്ട് ആഫ്രിക്കയിലാണ് കാണുന്നത്. ഇതിൻ്റെ പ്രത്യേകത ഇത് കണ്ടോ, റിലീഫ് ടു ഇൻറ്റൻസ് ഹീറ്റ്. ചൂടിൽ നിന്ന് റിലീഫ് കൊടുക്കുന്നെങ്കിൽ അതെന്തായിരിക്കും? ഒരു കോൾഡ് ഡ്രൈ ആയിട്ടുള്ള വിൻഡ് ആയിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. ഇതിനെ ഡോക്ടർ എന്നും എന്ത് ചെയ്യാറുണ്ട്? ഒരു പേര് പറഞ്ഞ് വിളിക്കാറുണ്ട്. ഇപ്പോഴത്തെ ടെക്സ്റ്റ് ബുക്കിൽ അതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ മാംഗോ ഷവറും ചെറി ബ്ലോസമൊന്നും കാൽ ബൈശാഖിയൊന്നും നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാനില്ല. സോ കമ്പാരിറ്റീവ്ലി നിങ്ങൾക്ക് ഇപ്പോൾ ഈ ലോക്കൽ വിൻഡിൻ്റെ ഭാഗം കുറച്ച് ഈസിയാണ്. പക്ഷേ ഇവിടെ നിന്ന് ചോദ്യം ഉറപ്പായിട്ടും വരും. മുന്നത്തെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഈ ഭാഗത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ എല്ലാ പരീക്ഷകളിലും ഉറപ്പായിട്ടും ചോദിച്ചിട്ടുള്ളതാണ്. സോ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒന്നുകൂടെ പറയുന്നു, ലോക്കൽ വിൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കൽ പ്രഷർ ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു ചെറിയ ഏരിയയിൽ മാത്രം കാണുന്ന വിൻഡാണ് ലോക്കൽ വിൻഡ് എന്ന് പറയുന്നത്. ലോക്കൽ വിൻഡിൽ നമുക്ക് 4 പഠിച്ചാൽ മതി. അതിലെ 3 ഡ്രൈ വിൻഡാണ്. നമുക്കത് എളുപ്പമാണ്. ഒന്ന് മാത്രമേ ഉള്ളൂ ഒരു കോൾഡ് ആയിട്ടുള്ള വിൻഡ് എന്ന് പറയുന്നത്. അതേതാണ്? അത് ഹർമാറ്റൻ ആണ്. അത് ആഫ്രിക്കയിലാണ് അല്ലേ. ആഫ്രിക്ക എന്ന് പറയുമ്പോൾ തന്നെ ഡെസേർട്ട്, ചൂട്, സഹാറ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അങ്ങനെ ഓർത്ത് വയ്ക്കാം. അപ്പോൾ അവിടെ ഒരു റിലീഫായിട്ടൊരു സമാധാനമായിട്ട് വരുമ്പോൾ അത് തണുത്ത കാറ്റായിരിക്കും. അതിൻ്റെ പേരാണ് എന്ത്? ഹർമാറ്റൻ മട്ടൻ എന്ന് ഓർത്ത് വെച്ചോ. അപ്പോൾ ലൂ എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിൽ വീശുന്ന ചൂടുകാറ്റ്. നോർത്ത് ഇന്ത്യയിൽ ചൂട് കാരണം ലസ്സി കുടിച്ചു. ചിനൂക്കിൽ കെ ഉണ്ട്, റോക്കിയിലും കെ ഉണ്ട്. അപ്പോൾ റോക്കി മൗണ്ടൻസിൽ വീശുന്ന ചിനൂക്കിലെ റോക്കി എന്ന് പറയുന്ന ഒരു അമേരിക്കക്കാരനാണ്. ഹോട്ട് ഡ്രൈ വിൻഡാണ്. FON എന്ന് പറയുന്നത് ആൽപ്സ് പർവ്വത നിരയിൽ യൂറോപ്പിൽ കാണുന്ന ഡ്രൈ വിൻഡാണ്. ഇത്രയും ഉറപ്പായിട്ടും പഠിച്ചു വയ്ക്കണം. ഇത് ഒരു കാരണവശാലും നിങ്ങൾ മിസ്സാക്കരുത്. ഒരു മാർക്കെങ്കിലും ഇവിടുന്ന് ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് വരും എന്നാണ് എൻ്റെ വിശ്വാസം. പുതിയ ചോദ്യപേപ്പർ രീതിയൊന്നും അറിയില്ല എങ്കിലും മുന്നത്തെ ചോദ്യപേപ്പറുകളിൽ എല്ലാ തവണയും ഇവിടുന്ന് ഒരു ചോദ്യം ഉണ്ടായിട്ടുണ്ട്. തീർന്നു. ലോക്കൽ വിൻഡ് ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വരുന്ന വേരിയബിൾ വിൻഡാണ്. ഇന്നത്തെ ക്ലാസ്സിൽ അതുകൂടെ ഉൾപ്പെടുത്താമെന്ന് വിശ്വസിക്കുന്നു. കാരണം ലോക്കൽ വിൻഡിന് ഇപ്പോൾ മാറ്റി വെച്ചിട്ട് കാര്യമില്ല. കാരണം ഈ ലോക്കൽ വിൻഡ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുതിയൊരു ടോപ്പിക്ക് പോവുകയാണ്. ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞിട്ട് ഈർപ്പവും അല്ലെങ്കിൽ വാട്ടർ വേപ്പറും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പുതിയ ടോപ്പിക്ക് പോവുകയാണ്. അപ്പോൾ വേരിയബിൾ വിൻഡും കൂടി ഇപ്പോൾ തന്നെ അങ്ങ് തീർക്കാം. വേരിയബിൾ വിൻഡ് അല്ലെ. വേരിയബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് പെട്ടെന്ന് അത് എപ്പോൾ ഫോം ചെയ്യുമെന്നോ
അല്ലെ ഫോം ചെയ്താൽ എത്ര കാലം നിൽക്കുമെന്നൊന്നും നമുക്കറിയില്ല. വേരിയബിൾ ആണല്ലേ, മാറിക്കൊണ്ടിരിക്കുന്ന വിൻഡ് അല്ലെങ്കിൽ പെട്ടെന്ന് മാറ്റങ്ങൾ സംഭവിക്കുന്ന വിൻഡ് എന്ന രീതി ഓർത്ത് വയ്ക്കാം. വിൻഡ് ഫോർ ഷോർട്ട് ഡ്യൂറേഷൻ, ഒരു ചെറിയ സമയത്തേക്ക് പെട്ടെന്നുണ്ടാകുന്ന ടൈപ്പ് വിൻഡാണ് എന്ത്, വേരിയബിൾ വിൻഡ് എന്ന് പറയുന്നത്. വേരിയബിൾ വിൻഡ് അല്ലെങ്കിൽ നമുക്ക് വിൻഡ് ഓഫ് ദ ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് വിച്ച് ദ ഇൻറ്റൻസിറ്റി ഓർ ഡയറക്ഷൻ കനോട്ട് ബി പ്രഡിക്റ്റഡ് ആർ കോൾഡ് വേരിയബിൾ വിൻഡ് അല്ലേ. പെട്ടെന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, വേരിയബിൾ ആണ്, വേരി ചെയ്യുന്നു, മാറിക്കൊണ്ടിരിക്കുന്നു എന്ന രീതിക്ക് ഓർത്ത് വയ്ക്കാം. രണ്ട് തരം വിൻഡാണുള്ളത്, ഒന്ന് സൈക്ലോൺസും മറ്റൊന്ന് ആൻറ്റി സൈക്ലോൺസും. ഇതൊക്കെയാണ് സൈക്ലോൺസും ആൻറ്റി സൈക്ലോൺസും. അതാണ് വേരിയബിൾ വിൻഡിനകത്ത് വരുന്നത്. അതിൽ ആദ്യം പഠിക്കാൻ പോകുന്നത് സൈക്ലോണുകളെ പറ്റിയാണ്. അപ്പോൾ എന്താണ് സൈക്ലോൺ എന്ന് പറഞ്ഞാൽ നോക്കുക. സൈക്ലോൺ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം. ഇതാണ് നമ്മുടെ കടലാണെന്ന് വിചാരിക്കുക. ഓക്കെ, കടലിൻ്റെ മുകളിലാണ് സാധാരണ ഇത് രൂപപ്പെടാറ്. അപ്പോൾ കടലിൻ്റെ പുറത്ത് എല്ലായിടത്തും ഏതാണ്ട് ഒരേ പ്രഷറായിരിക്കും. എന്നാൽ ചില പ്രത്യേക എഫക്റ്റുകൾ കാരണം ഒരു സ്ഥലത്ത് പെട്ടെന്ന് എന്ത് ഫോം ചെയ്യും, ഒരു ലോ പ്രഷർ റീജിയൻ ഫോം ചെയ്യും. എന്ത് ഫോം ചെയ്യും, ഒരു ലോ പ്രഷർ റീജിയൻ ഫോം ചെയ്യും. പക്ഷേ ചുറ്റും അപ്പോൾ എന്തായിരിക്കും, കമ്പാരിറ്റീവ്ലി ഹൈ പ്രഷർ ആയിരിക്കും. അതായത് അറ്റ്മോസ്ഫിയറിൻ്റെ കാര്യം പറയുകയാണ്. അറ്റ്മോസ്ഫിയറിൽ എല്ലായിടത്തും ഏതാണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഇരിക്കുന്നു, എൻ്റെ ചുറ്റും എല്ലാവരുടെ ഏതാണ്ട് ഒരേ പ്രഷറാണ്. ഓക്കെ, അപ്പോൾ പെട്ടെന്നൊരു മിന്നലടിക്കുന്നു, അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഒരു സ്ഥലത്ത്, കടലിൻ്റെ മുകളിലാണ് നോർമലി നടക്കുന്നത്, പെട്ടെന്ന് ഒരു സ്ഥലത്ത് എന്ത് സംഭവിക്കുന്നു, ഒരു ലോ പ്രഷർ റീജിയൻ ഉണ്ടായി. അപ്പോൾ കാറ്റ് എവിടെ നിന്ന് എങ്ങോട്ട് പോകും, നമുക്കറിയാം കാറ്റ് എപ്പോഴും പോകുന്നത് ഒരു ഹൈ പ്രഷർ റീജിയനിൽ നിന്നും എങ്ങോട്ടാണ്, ഒരു ലോ പ്രഷർ റീജിയനിലോട്ടാണ്. അപ്പോൾ ഈ ഹൈ പ്രഷറിൽ നിന്ന് 4 ചുറ്റും നിന്ന് എന്ത് ചെയ്യും, ലോ പ്രഷറിലോട്ട് കാറ്റ് വരും. അങ്ങനെ പെട്ടെന്നൊരു ലോ പ്രഷർ റീജിയൻ ഹൈ പ്രഷറിന് ചുറ്റും ഉണ്ടാകുന്നത് കാരണം ഫോം ചെയ്യുന്നത് വിൻഡാണ് എന്തെന്ന് പറയുന്നത്, സൈക്ലോൺ എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്, സൈക്ലോണിൻ്റെ ദിശയും കൂടെ ഇപ്പം തന്നെ അങ്ങ് പഠിച്ചു വെക്കോ. നോക്കിയോ, ഇതിപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയർ ആണെന്ന് വിചാരിക്കും. ഇത് എന്ത് ഹെമിസ്ഫിയർ ആണ്, നോർത്തേൺ ഹെമിസ്ഫിയർ ആണ്. നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ കോറിയോളിസ് ഫോഴ്സിനെ പറ്റി പറഞ്ഞു. നോർത്തേൺ ഹെമിസ്ഫിയറിൽ കോറിയോളിസ് ഫോഴ്സ് എന്താ ചെയ്യുന്നത്, ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റുകളെ അതിൻ്റെ വലതുവശത്തേക്ക് തിരിക്കുന്ന ഫോഴ്സാണ് കോറിയോളിസ് ഫോഴ്സ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ. അപ്പോൾ ഇവിടുത്തെ ഈ പറയുന്ന വിൻഡിൻ്റെ ഡയറക്ഷൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. അപ്പോൾ നോർമലി ഈ കാറ്റ് പോകേണ്ടത് എങ്ങോട്ടാണ്, നേരെയാണ്. പക്ഷേ എന്ത് പറ്റും, കോറിയോളിസ് ഫോഴ്സ് കാരണം ഇത് അതിൻ്റെ വലതുവശത്തേക്ക് തിരിയും. എങ്ങോട്ട് തിരിയും, വലതുവശത്തേക്ക് തിരിയും. ഈ കാറ്റ് പോവേണ്ടത് ഇങ്ങോട്ടാണ്, പക്ഷേ കോറിയോളിസ് ഫോഴ്സ് കാരണം അത് എങ്ങോട്ട് തിരിയും, അതിൻ്റെ വലതുവശത്തേക്ക് തിരിയും. ഈ കാറ്റ് വരേണ്ടത് നേരെ ഇങ്ങോട്ടായിരുന്നു, പക്ഷേ കോറിയോളിസ് എഫക്റ്റ് കാരണം എന്ത് ചെയ്യും, അത് അതിൻ്റെ വലതുവശത്തേക്ക് തിരിയും. അതുപോലെ തന്നെ ഇവിടെയും. അപ്പോൾ നോക്കിയേ, ഈ 4 ചുറ്റും വരുന്ന കാറ്റ് ഇത് ഇങ്ങോട്ട് തിരിയുകയാണ് അല്ലേ. അപ്പോൾ ഇത് മൊത്തത്തിൽ ഇതിൻ്റെ ദിശ എന്ന് പറയുന്നത് എങ്ങോട്ടായിരിക്കും, ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. എന്തായിരിക്കും, ആൻറ്റി ക്ലോക്ക് വൈസ്. ക്ലോക്ക് ഓടുന്നതിൻ്റെ ഓപ്പോസിറ്റ് ദിശയിലായിരിക്കും നോർത്തേൺ ഹെമിസ്ഫിയറിൽ സൈക്ലോണിൻ്റെ ദിശ എന്ന് പറയുന്നത്. ചുഴലിക്കാറ്റാണ് സൈക്ലോൺ എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അത് ചുറ്റുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ആ ചുറ്റുന്ന ദിശ എന്ന് പറയുന്നത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്തായിരിക്കും, ആൻറ്റി ക്ലോക്ക് വൈസിലായിരിക്കും. എന്ത് കാരണം, കോറിയോളിസ് ഫോഴ്സ് കാരണം കോറിയോളിസ് ഫോഴ്സ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഒബ്ജക്റ്റുകളെ അതിൻ്റെ വലതുവശത്തേക്ക് തിരിക്കും. അപ്പോൾ ഈ കാറ്റുകളെല്ലാം വലതുവശത്തേക്ക് തിരിയുന്ന കാരണം മൊത്തത്തിൽ അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. അപ്പോൾ സൈക്ലോൺസ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഞാനിവിടെ എഴുതുകയാണ്. അപ്പോൾ സൈക്ലോൺസ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ എങ്ങനെയായിരിക്കും മൂവ് ചെയ്യുന്നത്, കൗണ്ടർ ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ്. ക്ലോക്ക് ഓടുന്നതിൻ്റെ ഓപ്പോസിറ്റ് ദിശയിലായിരിക്കും. ഇതാണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിപ്പോൾ സദേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു നമുക്ക് നോക്കിക്കൂടെ. അപ്പോൾ സദേൺ ഹെമിസ്ഫിയറിലും കടലുണ്ട്. സദേൺ ഹെമിസ്ഫിയറിലെ കടലിൻ്റെ പെട്ടെന്നൊരു സ്ഥലത്ത് എന്തുണ്ടാകാം, ലോ പ്രഷർ റീജിയൻ ഉണ്ടാകാം. അതിന് ചുറ്റും എന്തായിരിക്കും, ഹൈ പ്രഷർ റീജിയനുകളായിരിക്കും ആയിക്കൂടെ ആകാം. ചുറ്റും അപ്പോൾ എന്തായിരിക്കും, ഹൈ പ്രഷർ റീജിയൻ ആകാം. അപ്പോൾ ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലോട്ടാണ് എപ്പോഴും എന്ത് പോകുന്നത്, കാറ്റ് മൂവ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെയും കോറിയോളിസ് ഫോഴ്സ് ഉണ്ട്. കോറിയോളിസ് ഫോഴ്സ് സദേൺ ഹെമിസ്ഫിയറിൽ എങ്ങോട്ടാണ്, ടുവേർഡ്സ് ലെഫ്റ്റിലോട്ടാണ് എന്ത് ചെയ്യുന്നത്, തിരിക്കുന്നത്. അപ്പോൾ എന്ത് പറ്റും, ഇങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും, ഇത് അതിൻ്റെ ലെഫ്റ്റിലോട്ട് പോകും, ഇത് അതിൻ്റെ ലെഫ്റ്റിലോട്ട് പോകും. അപ്പോൾ എന്ത് പറ്റും നോക്കാം, ഈ ലെഫ്റ്റുകളെല്ലാം കൂടെ ചേർന്ന് ഒരു റൗണ്ട് ഉണ്ടായാൽ ആ റൗണ്ട് എങ്ങോട്ടായിരിക്കും കറങ്ങുന്നത്, ക്ലോക്ക് കറങ്ങുന്ന ദിശയിലായിരിക്കും. സോ സദേൺ ഹെമിസ്ഫിയറിൽ സൈക്ലോണിൻ്റെ ദിശ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ആയിരിക്കും. അതും എന്ത് കാരണം, കോറിയോളിസ് ഫോഴ്സ് കാരണം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. നോർത്തേൺ ഹെമിസ്ഫിയറിൽ കൗണ്ടർ ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസും സദേൺ ഹെമിസ്ഫിയറിൽ ക്ലോക്ക് വൈസുമാണ് സൈക്ലോൺസ് മൂവ് ചെയ്യുന്നത്. ഇത്രയും ഓക്കെ ആണല്ലോ. ഇത്രയും മനസ്സിലാക്കുക. അപ്പോൾ സൈക്ലോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, പെട്ടെന്നൊരു സ്ഥലത്തൊരു ലോ പ്രഷർ ഉണ്ടാകുന്നു. അപ്പോൾ എന്ത് പറ്റും, ഈ പറയുന്ന കാറ്റുകളെല്ലാം അങ്ങോട്ട് കറങ്ങി കയറും. ഈ സൈക്ലോൺസിന് നോർത്തേൺ ഹെമിസ്ഫിയറിൽ അത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും, നോർത്തേൺ ഹെമിസ്ഫിയറിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും സദേൺ ഹെമിസ്ഫിയറിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുമാണ് മൂവ് ചെയ്യുന്നത്. കണ്ടോ,
ഇത് ആൻറ്റി ക്ലോക്ക് വൈസ്, ഇത് ക്ലോക്ക് വൈസ്. ഓക്കെ ആണല്ലോ. ഇനി ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം, ഇത്രയും സെറ്റാക്കി പഠിച്ചോ. നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോവുകയാണ്. സൈക്ലോൺസിന് രണ്ടായിട്ട് തിരിക്കാം. അത് എവിടെയാണ് ഫോം ചെയ്യുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി. ട്രോപ്പിക്കൽ സൈക്ലോൺ എന്നും ടെമ്പറേറ്റ് സൈക്ലോൺ എന്നും. ടെമ്പറേച്ചർ സോണുകളെ പറ്റി നമ്മൾ പഠിച്ചു. ഇതാണ് നമ്മുടെ ഭൂമിയെങ്കിൽ ഇക്വേറ്ററിൻ്റെ ഭാഗത്ത് വരുന്നതാണ് ട്രോപ്പിക്കൽ. എന്നാൽ അതിൽ നിന്ന് കുറച്ച് മാറിയിട്ട് വരുന്ന ഭാഗമാണ് ടെമ്പറേറ്റ് റീജിയൻ. ടോർച്ച് സോൺ, ടെമ്പറേറ്റ് സോൺ, ഫ്രിഡ്ജിഡ് സോൺ നമ്മൾ പഠിച്ചതാണ് ഈ ചാപ്റ്ററിൽ തന്നെ. അപ്പോൾ അത് വെച്ചിട്ട് ട്രോപ്പിക്കൽ റീജിയനിൽ ഉണ്ടാകുന്നത് ട്രോപ്പിക്കൽ സൈക്ലോൺ, ടെമ്പറേറ്റ് റീജിയനിൽ ഉണ്ടാകുന്നത് എന്താണ്? ടെമ്പറേറ്റ് സൈക്ലോൺ. രണ്ടിനും ചെറിയൊരു വ്യത്യാസം കൊടുത്ത് നോക്കിയാൽ മതി, വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ട്രോപ്പിക്കൽ സൈക്ലോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രോപ്പിക്കൽ എന്ന പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും അത് ട്രോപ്പിക്കൽ റീജിയൻ ആണ്, അത് അത്യാവശ്യം ചൂടുള്ള റീജിയൻ ആണ്. അപ്പോൾ ഈ ചൂടുള്ള ട്രോപ്പിക്കൽ റീജിയനിൽ ഉണ്ടാകുന്ന സൈക്ലോണാണ് ട്രോപ്പിക്കൽ സൈക്ലോൺസ്. പ്രധാനമായിട്ട് അത് നോർത്ത് വെസ്റ്റ് റീജിയനിലായിരിക്കും എന്ത് ചെയ്യുന്നത്? മൂവ് ചെയ്യുന്നത്. നോർത്ത് വെസ്റ്റ്, ഈ ദിശയിലോട്ടായിരിക്കും ഇത് മൂവ് ചെയ്യുന്നത്. ഈ പറയുന്ന കാറ്റ് നേരെ കരയിലോട്ട് എത്തുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? അത് വീക്കായിട്ട് മാറും. സ്ട്രോങ് ആയിട്ട് കടലിലുണ്ടായിട്ട് വെസ്റ്റിലോട്ട് മൂവ് ചെയ്തിട്ട് കരയിൽ ചെന്നിടിക്കും. അപ്പോൾ മഴയും മറ്റു നാശനഷ്ടങ്ങളും ഉണ്ടാവും. എങ്കിലും ഗ്രാജുവലി അതിൻ്റെ സ്ട്രെങ്ത് എന്ത് ചെയ്യും? കരയിലേക്ക് എത്തുമ്പോഴത്തേക്കും കുറയും. കാരണം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലാൻഡിൻ്റെ ടെമ്പറേച്ചർ കടലിൻ്റെ ടെമ്പറേച്ചറിനെക്കാളും വ്യത്യാസമാണ്. മാത്രമല്ല ലാൻഡിൽ ഫ്രിക്ഷനുണ്ട്. അപ്പോൾ ടെമ്പറേച്ചർ വ്യത്യാസവും ഫ്രിക്ഷനും കാരണം കരയിലേക്ക് എത്തുന്ന സൈക്ലോണുകൾ, ട്രോപ്പിക്കൽ സൈക്ലോണുകൾ ഗ്രാജുവലി വീക്കാകുന്നു. പരീക്ഷയ്ക്ക് ചോദിക്കാം എന്തുകൊണ്ടാണ് ട്രോപ്പിക്കൽ സൈക്ലോൺ കരയിലേക്ക് എത്തുമ്പോൾ വീക്കാവുന്നതെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ പോയിന്റ് ടെമ്പറേച്ചർ കടലും കരയും തമ്മിൽ വ്യത്യാസമുണ്ട്. 2 കരയിൽ ഫ്രിക്ഷനുണ്ട് അല്ലേ. ഇനി ഇവിടുത്തെ എഫക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഹെവി ആയിട്ടുള്ള മഴ പെയ്യും, സ്പിന്നിങ് വിൻഡ് ഉണ്ടാകും. അപ്പോൾ എന്ത് പറ്റും? നാശനഷ്ടങ്ങളും ഉണ്ടാകും. പേരുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഉണ്ടാകുന്ന കാറ്റുകൾ നമ്മൾ ഹറിക്കെയിൻ എന്നാണ് വിളിക്കുന്നത്. പസഫിക് ഓഷനിൽ ഉണ്ടാകുന്നതിന് ടൈഫൂൺ എന്നാണ് വിളിക്കുന്നത്. ഓസ്ട്രേലിയൻ കടലിൻ്റെ അല്ലെങ്കിൽ കരയുടെ തീരത്തുണ്ടാകുന്നതിന് നമ്മൾ വില്ലീസ് എന്ന് വിളിക്കും. മൊത്തത്തിൽ ചെറിയ രീതിയിലുണ്ടാകുന്ന ഇത്തരം സൈക്ലോണുകൾ പൊതുവെ നമ്മൾ ടൊർണാഡോ എന്നാണ് പറയാറ്. ഒന്നുകൂടെ, അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്ന കാറ്റുകൾ വിളിക്കുന്ന പേര് ഹറിക്കെയിൻ എന്നാണ്. അറ്റ്ലാന്റിക് എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, അറ്റ്ലാന്റിക് സമുദ്രം എവിടെയെന്ന് അറിയാമോ? അവിടെ ഇതാണ് നമ്മുടെ ഭൂമിയെങ്കിൽ ഇവിടെയാണ് നമ്മുടെ അമേരിക്കൻ ഐക്യനാടുകൾ അല്ലേ, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക എങ്കിൽ ഇവിടെ കാണുന്നതാണ് എന്ത്? അറ്റ്ലാന്റിക്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്നതാണ് ഹറിക്കെയിൻ. എന്നാൽ ഇവിടെയും അതുപോലെ ഇവിടെയും പസഫിക്കിൽ നമ്മൾ ജപ്പാൻ്റെ ഭാഗത്തും അമേരിക്കയുടെ ഇടതുവശത്തും കാണുന്നതാണ് ഏത്? പസഫിക് സമുദ്രം. അവിടെയാണെങ്കിൽ അതിന് ടൈഫൂൺ എന്ന് വിളിക്കും. ഒരു ജാപ്പനീസ് പേരുമായിട്ട് സാമ്യമല്ലേ. ഇനി ഇവിടെ ആയിട്ടാണ് ഓസ്ട്രേലിയ ഉള്ളത്. ഓസ്ട്രേലിയയുടെ തീരത്താണെങ്കിൽ നമ്മളതിനെ വില്ലി എന്ന് വിളിക്കും. ഇനി മൊത്തത്തിൽ അധികം മെനക്കേടില്ലാത്ത അല്ലെങ്കിൽ അധികം ഇൻറ്റൻസിറ്റി ഇല്ലാത്ത സ്മോൾ സ്കെയിൽ വിൻഡുകളെ വിളിക്കുന്ന പേരാണ് ടൊർണാഡോ. പേരൊന്ന് ഓർത്ത് വെച്ചോ, വേണ്ടി വരും. ഇനി ടെമ്പറേറ്റ് സൈക്ലോൺ എവിടെയായിരിക്കും ഫോം ചെയ്യുന്നത്? ടെമ്പറേറ്റ് സൈക്ലോൺ എന്ന് പറയുന്നത് ടെമ്പറേറ്റ് റീജിയനിലായിരിക്കും. എവിടെയായിരിക്കും? ടെമ്പറേറ്റ് റീജിയനിൽ ആയിരിക്കും എന്ത് ഫോം ചെയ്യുന്നത്? ടെമ്പറേറ്റ് സൈക്ലോൺസ് ഫോം ചെയ്യുന്നത്. മൊത്തത്തിൽ കുളമായി അല്ലേ. ശരി, അപ്പോൾ ടെമ്പറേറ്റ് സൈക്ലോൺ നമുക്ക് നോക്കാം. എന്താണ് ടെമ്പറേറ്റ് സൈക്ലോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ, ടെമ്പറേറ്റ് റീജിയനിൽ ഉണ്ടാകുന്നു. ആ ലോ പ്രഷർ സിസ്റ്റം ദാറ്റ് ആർ ഫോം ഇൻ ദ ടെമ്പറേറ്റ് റീജിയൻ വെയർ ദ വാം ആൻഡ് കോൾഡ് എയർ മാസസ് മീറ്റ്. വാമും കോൾഡ് എയർ മീറ്റ് ചെയ്യുന്ന ടെമ്പറേറ്റ് ഭാഗങ്ങളിൽ ഫോം ചെയ്യുന്ന സൈക്ലോണുകളാണ് ടെമ്പറേറ്റ് സൈക്ലോൺ എന്ന് പറയുന്നത്. ഈ ടെമ്പറേറ്റ് സൈക്ലോൺ ഒന്ന് ഓർത്ത് വെച്ചു. കുറച്ച് നമ്മൾ മഴയെപ്പറ്റി പഠിക്കുമ്പോൾ, സൈക്ലോണിക് റെയിൻഫോൾ പഠിക്കുമ്പോൾ ഇതിൻ്റെ ഒരു ആവശ്യം വരും. അപ്പോൾ ചൂടും തണുപ്പുമായിട്ടുള്ള കാറ്റുകൾ മീറ്റ് ചെയ്യുന്ന ടെമ്പറേറ്റ് ഭാഗം, ടെമ്പറേറ്റ് എന്ന് വെച്ചാൽ ഈ പറയുന്ന ഇക്വേറ്ററിൻ്റെ ഭാഗമല്ല, അതിന് കുറച്ചുകൂടി മുകളിലോ താഴെയോ വരുന്ന ഭാഗമാണ് ടെമ്പറേറ്റ് ഭാഗം. അവിടെ ഉണ്ടാകുന്നതാണ് എന്ത്? ടെമ്പറേറ്റ് സൈക്ലോൺ എന്ന് പറയുന്നത്. ടെമ്പറേറ്റ് സൈക്ലോൺ എന്ന് പറയുന്നത് 30 to 60 ഡിഗ്രിക്ക് ഇടയിലായിരിക്കും ഉണ്ടാകുന്നത്. അത് മനസ്സിലായി കാണുമല്ലോ അല്ലേ. കാരണം ഇക്വേറ്റർ 0, കുറേ കഴിയുമ്പോഴാണ് 30, അത് കഴിയുമ്പോഴാണ് 60. ഈ 30-നും 60-നും താഴത്തെ മുകളിലത്തെ 30-നും 60-നും ഇടയിലുള്ള റീജിയണിലാണ് എന്ത് ഫോം ചെയ്യുന്നത്? ടെമ്പറേറ്റ് സൈക്ലോൺ ഫോം ചെയ്യുന്നത്. ഉണ്ടാകുന്നത് എന്തുകൊണ്ടായിരിക്കും? ആ വാമും കോൾഡ് എയർ മീറ്റ് ചെയ്യുന്ന കാരണമാണ് ഉണ്ടാകുന്നത്. സൈസ് എന്ന് പറയുന്നത് ഡയമീറ്ററിൽ കൂടുതലായിരിക്കും. ട്രോപ്പിക്കൽ സൈക്ലോണേക്കാളും കുറച്ചുകൂടി വലുതായിരിക്കും ടെമ്പറേറ്റ് സൈക്ലോൺ. പക്ഷേ ദേ ആർ ലെസ് ഡിസ്ട്രക്റ്റീവ് ദാൻ ട്രോപ്പിക്കൽ സൈക്ലോൺ. ട്രോപ്പിക്കൽ അത്രയും കുഴപ്പക്കാരൻ അല്ല. ഓക്കെ, ക്യാൻ മൂവ് ഓവർ ലാൻഡ് ആൻഡ് സീ. അല്ല, ലാൻഡിലും സീയിലും ഒക്കെ മൂവ് ചെയ്യാൻ പറ്റും. ഒറ്റ പാരഗ്രാഫേ ഉള്ളൂ. ഇത്രയും ഓർത്ത് വെച്ചാൽ മതി. ടെമ്പറേറ്റ് സൈക്ലോൺ ചൂടും തണുപ്പുമുള്ള എയറുകൾ മീറ്റ് ചെയ്യുന്ന ടെമ്പറേറ്റ് റീജിയണിലാണ് ഇത് ഫോം ചെയ്യുന്നത്. ട്രോപ്പിക്കലിൽ അത്രയും ഡിസ്ട്രക്റ്റീവ് അല്ല, പക്ഷേ വലിപ്പം കൂടുതലാണ്. ഓക്കെ, തീർന്നു. ഇതാണെന്ത് നമ്മുടെ എന്തെന്ന് പറയുന്നത്? സൈക്ലോൺ എന്ന് പറയുന്നത്. ഇനി സൈക്ലോൺ പഠിച്ചു കഴിഞ്ഞെങ്കിൽ അടുത്ത് നമുക്ക് പഠിക്കാനുള്ളതാണ് ആൻറ്റി സൈക്ലോൺ. എന്താണ്? ആൻറ്റി സൈക്ലോൺ. തീർന്നു, ഇതുകൂടി പറയുമ്പോൾ തീർന്നു. സൈക്ലോൺ ഉണ്ടായത് എങ്ങനെയാണ്? കടലിൻ്റെ തീരത്ത് അല്ലേ, കടലാണ്, കടലിൻ്റെ ഭാഗമാണ്. കടലിൻ്റെ മുകളിൽ എല്ലായിടത്തും ഒരേ പ്രഷറായിരുന്നു. പെട്ടെന്നൊരിടത്ത് ലോ പ്രഷർ ഉണ്ടാകുമ്പോഴാണ് സൈക്ലോൺ ഉണ്ടാകുന്നത്. അപ്പോൾ നേരെ ആൻറ്റി എന്ന് പറയുമ്പോൾ തന്നെ എതിരല്ലേ. അപ്പോൾ പെട്ടെന്ന് ഇവിടെ എന്തുണ്ടാകുന്നു? ഒരു ഹൈ പ്രഷർ ഉണ്ടാകും. പെട്ടെന്നൊരു സ്ഥലത്ത് ഒരു ഹൈ പ്രഷർ ഉണ്ടാകുന്നു. ചുറ്റുമുള്ളതെല്ലാം എന്താണ്?
ലോ പ്രഷറാണ്. അപ്പോൾ ചുറ്റുമുള്ള എല്ലാ ലോ പ്രഷറും പെട്ടെന്ന് ഒരു സ്ഥലത്ത് ഹൈ പ്രഷറും ഉണ്ടായാൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആൻറ്റി സൈക്ലോൺ എന്ന് വിളിക്കുന്നത്. സൈക്ലോണെ പോലെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ സദേൺ ഹെമിസ്ഫിയറിൽ ഇവർ രണ്ട് ദിശയിലാണ് കറങ്ങുന്നത്. കാര്യം നമുക്ക് എന്താണെന്ന് നോക്കാം. നോക്കിക്കോ. അപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ നമുക്കറിയാം കോറിയോളിസിസ് ഫോഴ്സ് കാരണം ഒബ്ജക്റ്റുകൾ എപ്പോഴും അതിൻ്റെ വലതുവശത്തേക്കാണ് എന്ത് ചെയ്യുന്നത്? മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കാറ്റ് എപ്പോഴും എവിടെ നിന്നാണ് മൂവ് ചെയ്യുന്നത്? അതെപ്പോഴും ഹൈ പ്രഷറിൽ നിന്നും എങ്ങോട്ടായിരിക്കും? ലോ പ്രഷറിലോട്ടായിരിക്കും. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യും, ഇവിടുന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യും. പക്ഷേ അതിൻ്റെ വലത്തോട്ട് പോകുന്ന കാരണം ഇങ്ങനെ 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 ഇങ്ങനെ. അപ്പോൾ എന്താണ്? കറങ്ങുന്നു അല്ലേ? അത് കാരണം ഉണ്ടാകുന്ന കാറ്റ് എങ്ങോട്ടായിരിക്കും കറങ്ങുന്നത്? ക്ലോക്ക് ഓടുന്ന ദിശയിലായിരിക്കും. അപ്പോൾ ആൻറ്റി സൈക്ലോൺ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. സംശയം വന്നോ? ഒന്നുകൂടെ പറഞ്ഞുതരാം. നോക്കിക്കോ. ഈ പറയുന്ന നോർത്തേൺ ഹെമിസ്ഫിയറിൽ കാറ്റ് എപ്പോഴും മൂവ് ചെയ്യുന്നത് ഹൈ പ്രഷറിൽ നിന്ന് എങ്ങോട്ടായിരിക്കും? ലോ പ്രഷറിലോട്ടായിരിക്കും. അപ്പോൾ ഇവിടുന്ന് നേരെ ആയിരുന്നു കാറ്റ് എന്ത് ചെയ്യേണ്ടിയിരുന്നത്? പോകേണ്ടിയിരുന്നത്. പക്ഷേ അവിടെ കോറിയോളിസ് ഫോഴ്സിൻ്റെ എഫക്റ്റ് ഉണ്ട്. ആ കോറിയോളിസ് ഫോഴ്സ് കാരണം എന്ത് പറ്റും? അത് പോകേണ്ടതിൻ്റെ വലത്തോട്ട് തിരിയും. പോകേണ്ടതിൻ്റെ അവിടുന്ന് ഒരാൾ ഇങ്ങോട്ട് വരുമ്പോൾ വലത് ഇവിടെയാണ്, ഓർത്തോളണം. പോകേണ്ടതിൻ്റെ വലത്തോട്ട് തിരിയും. അപ്പോൾ ഈ ഇങ്ങോട്ടുള്ളതെല്ലാം കൂടി കറങ്ങുമ്പോൾ ഇങ്ങനെയല്ലേ കറങ്ങുന്നത്? അപ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സോ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ആൻറ്റി സൈക്ലോൺ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അങ്ങനെയാണെങ്കിൽ സദേൺ ഹെമിസ്ഫിയറിലെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? കടലായിരിക്കും. പെട്ടെന്നൊരിടത്ത് എന്തുണ്ടായി? ഹൈ പ്രഷർ ഉണ്ടായി. ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ എന്താണ്? ലോ പ്രഷറാണ്. കാരണം അതുകൊണ്ടാണല്ലോ ആൻറ്റി സൈക്ലോൺ എന്ന് വിളിച്ചത്, അല്ലെങ്കിൽ സൈക്ലോൺ എന്ന് വിളിക്കുക അല്ലേ? അപ്പോൾ സദേൺ ഹെമിസ്ഫിയർ ആണ്. സദേൺ ഹെമിസ്ഫിയർ കോറിയോളിസ് ഫോഴ്സ് ഒബ്ജക്റ്റുകൾ എങ്ങോട്ടാണ് മൂവ് ചെയ്യിപ്പിക്കുന്നത്? ലെഫ്റ്റിലേക്കാണ് മൂവ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ എന്ത് പറ്റുന്നത്? ഇങ്ങോട്ട് പോവേണ്ടതിന് വരെ ലെഫ്റ്റിലോട്ട് പോകും അല്ലെ? ഇങ്ങോട്ട് പോകേണ്ടതിന് വരെ ലെഫ്റ്റിലോട്ട് പോകും. ഇങ്ങോട്ട് പോകേണ്ടതിന് വരെ ലെഫ്റ്റിലോട്ട് പോകും. ഇങ്ങോട്ട് പോകേണ്ടതിന് വരെ ലെഫ്റ്റിലോട്ട് പോകും. അപ്പോൾ ഇങ്ങനെയാണ് കറങ്ങുന്നത് അല്ലേ? അപ്പോൾ ഇങ്ങനെ കറങ്ങുന്ന ചുഴലിക്കാറ്റ് ഉണ്ടാകും. അപ്പോൾ അതെന്താണ്? അത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കും. അതെന്ത് ഡയറക്ഷൻ ആയിരിക്കും? ആൻറ്റി ക്ലോക്ക് വൈസ്. തെറ്റല്ലേ? ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് ബാക്കിലോട്ട് പോയിട്ട് ഒന്നുകൂടി കണ്ടു നോക്കുക, പിടികിട്ടും. അപ്പോൾ ആൻറ്റി സൈക്ലോൺ തീർന്നു. ടോപ്പിക് ലാസ്റ്റ് ആണ്. ആൻറ്റി സൈക്ലോൺ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഹൈ പ്രഷർ സിസ്റ്റമാണ് ഫോം ചെയ്യുന്നത്. അങ്ങനെ കറങ്ങുന്ന വിൻഡ് ഉണ്ടാകുന്നു. ഇതൊക്കെ ജനറലി ആൻറ്റി സൈക്ലോൺ ഡു നോട്ട് കോസ് അറ്റ്മോസ്ഫിയറിക് ഡിസ്റ്റർബൻസസ്. വലിയ ഈ സൈക്ലോൺ പോലെ അത്ര മെനക്കെട്ട ഒരു സാധനമല്ല. അതുകൊണ്ട് നമ്മൾ വാർത്തയിലൊന്നും ആൻറ്റി സൈക്ലോൺ ഉണ്ടായിട്ട് നാശനഷ്ടം ഉണ്ടായെന്നൊന്നും കേൾക്കാത്ത. ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും നോർത്തേൺ ഹെമിസ്ഫിയറിൽ. ആൻറ്റി ക്ലോക്ക് വൈസ് സോറി പൊട്ടത്തെറ്റ് പറഞ്ഞാൽ അല്ലേ? ഓക്കെ. ക്ലോക്ക് വൈസ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ. ഓക്കെ. ക്ലോക്ക് വൈസ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ. നോർത്തേൺ ഹെമിസ്ഫിയറിൽ ക്ലോക്ക് ഓടുന്ന ദിശയിലും സദേൺ ഹെമിസ്ഫിയറിൽ തിരിച്ചും. സൈക്ലോണിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും എന്ത് ഫോം ചെയ്തത്? ആൻറ്റി സൈക്ലോൺസ് ഫോം ചെയ്യുന്നു. തീർന്നു. ഇതോടെ നമ്മുടെ വിൻഡ് എന്ന് പറയുന്ന ഭാഗം കംപ്ലീറ്റ് ആവുന്നു. പ്രഷർ എന്ന് പറയുന്ന ഭാഗവും വിൻഡും കംപ്ലീറ്റ് ആവുന്നു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഹ്യൂമിഡിറ്റി ഒരു 2 ക്ലാസ്സുകൾ കൊണ്ട് നമുക്ക് ആ ഹ്യൂമിഡിറ്റി കംപ്ലീറ്റ് ചെയ്യാം. അതോടെ ഈ ചാപ്റ്റർ തീരും. ഓക്കെ. വലിയ ചാപ്റ്ററാണ്. ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഒന്നുകൂടി പറയാം, ഓൺലൈൻ ക്ലാസ്സുകൾ വേണമെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മൾ ഉടനെ തന്നെ ഒരു ഓൺലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരെ ബൈ.